ഇറാഖിലുടനീളം സ്ഫോടന പരമ്പരകൾ തുടരുകയാണ്. തലസ്ഥാനമായ ബാഗ്ദാദിലും കുർദ് മേഖലയായ കിർക്കുക്കിലും ഇന്നലെയുണ്ടായ സ്ഫോടനങ്ങളിൽ നിരവധി പേർ മരിച്ചു. ഷിയ മേഖലയായ ഹാദിമയിൽ നടന്ന ചാവേറാക്രമണത്തിൽ 35 പേർ മരിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാഖിലെ കൂടുതൽ പ്രദേശങ്ങൾക്കുമേൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് ആധിപത്യം ലഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കാറാക്കോഷും സമീപ പ്രദേശങ്ങളും വിമതരുടെ കയ്യിലായി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രധാന കേന്ദ്രമായ മൂസിലിനും കുർദ് കേന്ദ്രമായ അർബിലിനും ഇടയിലെ നഗരമാണ് കാറാക്കോഷ്. അക്രമം ഭയന്ന് ആയിരക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു. കുർദുകളുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ നഗരം ഒറ്റ രാത്രി കൊണ്ടാണ് വിമതർ പിടിച്ചെടുത്തത്. ഇറാഖിലെ ന്യൂനപക്ഷ വിഭാഗമായ യസീദികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സിഞ്ചാറും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിലായിരുന്നു. 2 ലക്ഷത്തോളം പേരാണ് ഇവിടെ നിന്നും അക്രമം ഭയന്ന് നാടുവിട്ടുപോയത്. ഇവരിൽ കുറെ പേർ തുർക്കിയിൽ അഭയം തേടിയതായി തുർക്കി അധികൃതർ അറിയിച്ചു. അതേസമയം ഇറാഖിലെ ഏറ്റവും വലിയ ഡാമായ മൂസിൽ ഡാം ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ സമഗ്ര നിയന്ത്രണം ലഭിക്കാനാണ് ഇവർ ഡാമുകളെ ലക്ഷ്യം വെക്കുന്നത്. ഡാമുകൾ പിടിച്ചെടുക്കുന്നതോടെ ഇറാഖിലെ വൈദ്യുതി ജലവിതരണം വിമതരുടെ നിയന്ത്രണത്തിലാകും. ന്യൂസ് ഡെസ്ക് മീഡിയ 1.